കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രൗസറിൽ കാണുന്നത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു HTML ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉബുണ്ടുവിൻ്റെ എഡിറ്ററാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ബോഡി എന്ന് പറയുന്ന ടാഗിനകത്ത് ആദ്യം HTML പേജ് തുടങ്ങുന്നത് HTML ടാഗിലാണ്, HTML പേജ് അവസാനിക്കുന്നത് HTML അതിൻ്റെ ക്ലോസിംഗ് ടാഗിലാണ്. ഹെഡിങ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ടൈറ്റിലിനകത്ത് ഫോർമാറ്റിംഗ് പേജ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ശരിക്കും ബോഡി എന്ന് പറയുന്ന ടാഗിനകത്ത് എന്ത് എഴുതുന്നോ അതായിരിക്കും നമ്മുടെ ബ്രൗസറിനകത്ത് കാണുന്നത്. നമുക്ക് ഒന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ആ ടൈറ്റിൽ ടാഗിനകത്ത് ഫോർമാറ്റിംഗ് പേജ് എന്ന് കൊടുത്തിരുന്നു, അത് അതുപോലെ ടൈറ്റിലിൽ വന്നിട്ടുണ്ട്. ഈ ബോഡി എന്ന് പറയുന്ന ടാഗിൽ എഴുതുന്നതാണ് ഈ ഭാഗത്ത്, ഈ ബ്രൗസറിൻ്റെ ഈ ഭാഗത്ത് വരുന്നത്. നമുക്കത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലുതായി കാണാൻ വേണ്ടിയിട്ട് ഉള്ള വ്യൂ സെറ്റ് ചെയ്തേക്കുകയാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ലൈനായിട്ട് ഹാർഡ്വെയർ എന്ന് കൊടുക്കാം. നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നു. നമുക്ക് ബ്രൗസറിൽ നോക്കാം. പക്ഷേ നമ്മൾ തൊട്ടടുത്ത ലൈനിലാണ് ചെയ്തതെങ്കിൽ പോലും നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് ഒറ്റ ലൈനായിട്ടാണ് വന്നത്. നമുക്കിവിടെ നോക്കാം. നമ്മൾ 2 ലൈനായിട്ടാണ് ടൈപ്പ് ചെയ്തത്, എന്നിട്ട് പോലും നമുക്ക് ബ്രൗസറിൽ കാണുമ്പോൾ ഒറ്റ ലൈനായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ബ്രൗസറിനകത്ത് നമ്മൾ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലൈനാണെങ്കിൽ പോലും ബ്രൗസറിനകത്ത് അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ BR എന്ന് പറയുന്ന ഒരു ടാഗ് ഉപയോഗിക്കണം. BR എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തൊട്ടടുത്ത് എവിടെയാണോ BR കൊടുക്കുന്നത്, ബ്രേക്ക് എന്നാണ് അതിനർത്ഥം, BR കൊടുക്കുന്നത് തൊട്ടടുത്ത ലൈനിലേക്ക് വരും. നമുക്ക് നോക്കാം. ഫയൽ എടുക്കുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മുടെ ബ്രൗസറിനകത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൊടുക്കാം. തൊട്ടടുത്ത ലൈനിൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ തൊട്ടടുത്ത ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, BR എന്ന് പറയുന്ന ടാഗ് ഉണ്ടാവണം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. BR എന്ന് പറയുന്ന ടാഗ് ഒരു എംപ്റ്റി ടാഗാണ്. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ അതിന് ക്ലോസിംഗ് ടാഗിൻ്റെ ആവശ്യമില്ല, ഒറ്റൊരു ടാഗ് മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം 3 ലൈനായിട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. സോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇങ്ങനെ വരാനുള്ള കാരണം നമ്മളിവിടെ BR ഉപയോഗിച്ചേക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത്. നമുക്കിനി ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ ഇത് ഒരേ ലൈനിൽ കൊണ്ടുവയ്ക്കുന്നു എന്നേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ ഒരേ ലൈനിലാക്കിയേക്കുന്നു, കാണാനുള്ളൊരു ചന്തത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിനെ ഒന്ന് ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് B എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. B എന്ന ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബോൾഡ് ആവും. സോ എവിടം വരെ ബോൾഡ് ആകണം എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് B ഇവിടെ തുടങ്ങുന്നു, B ഇവിടെ അവസാനിക്കുന്നു. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് മാത്രമേ ബോൾഡ് ആവുകയുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ആദ്യമേ ഫയൽ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് മാത്രമേ ബോൾഡ് ആയിട്ടുള്ളൂ, ബാക്കി രണ്ടും ബോൾഡ് ആയിട്ടില്ല. അപ്പോൾ ബോൾഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് B എന്ന് പറയുന്ന ടാഗാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് I എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ മാത്രം നമ്മൾ ഇറ്റാലിക് ആക്കുന്നു. അതുകൊണ്ട് ഹാർഡ്വെയർ എന്ന ടെക്സ്റ്റിന് തൊട്ട് മുമ്പ് നമ്മൾ ഐയുടെ ക്ലോസിംഗ് ടാഗ് ഇടുന്നു. നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഇവിടെ റിഫ്രഷ് ചെയ്യാം. ഹാർഡ്വെയർ എന്ന് പറയുന്നത് മാത്രം ഇറ്റാലിക് ആകുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന അതിന് കുറുകെ ഒരു വര വരത്തക്ക രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ടാഗ് സ്ട്രൈക്ക് എന്നാണ്, STRIKE എന്നാണ്.
അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ട്രൈക്കിൻ്റെ ക്ലോസിംഗ് ടാഗാണ്. സ്ട്രൈക്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറിന് കുറുകെ ഒരു വര വരും. നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നു, നമുക്ക് നോക്കാം, കണ്ടോ സോഫ്റ്റ്വെയറിന് കുറുകെ ഒരു സ്ട്രൈക്ക് സിമ്പൽ വരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യണം, ഒരെണ്ണം അണ്ടർലൈൻ ചെയ്യണം എന്ന് വിചാരിക്കും. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ബോൾഡ് ആവുകയും വേണം, നമുക്ക് അണ്ടർലൈനും വേണം. ബോൾഡിന് തൊട്ട് മുമ്പ് നമ്മൾ അണ്ടർലൈൻ കൊടുത്താൽ മതി. യു എന്നാണ് ആ ടാഗ്. സോ ബി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യു ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഫയൽ സേവ് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബോൾഡായി, അതുപോലെ തന്നെ അതിന് അണ്ടർലൈനും വന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഫോർമാറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നത്. ഒന്ന് ബോൾഡാക്കാൻ ബി എന്ന് പറയുന്ന ടാഗ്, ഇറ്റാലിക് ആക്കാൻ ഐ എന്ന് പറയുന്ന ടാഗ്, സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അതായത് കുറുകെ ഒരു വര ഇടാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് എന്ന് പറയുന്ന ടാഗ്, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ യു എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ ഈ ടാഗിനെല്ലാം ക്ലോസിംഗ് ടാഗ്സ് ഉണ്ട്. നമുക്ക് ഇനി ഒരു ഇക്വേഷൻ എഴുതണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇങ്ങനെ തുടങ്ങുന്ന ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വിചാരിക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് എഴുതണം എന്ന് വിചാരിക്കാം. പക്ഷേ ഇത് നമ്മൾ ബ്രൗസറിൽ കാണുമ്പോഴും, നമുക്ക് ഫയൽ സേവ് ചെയ്തിട്ടൊന്ന് നോക്കാം, ബ്രൗസറിൽ നമ്മൾ കാണുമ്പോഴും നമുക്ക് ഇതുമാതിരിയേ വരത്തുള്ളൂ. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന്, ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 മുകളിലാണ് വരേണ്ടത്, സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. പക്ഷേ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇതിന് മുകളിൽ വരണമെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 2-ന് മാത്രം ഒരു ടാഗ് കൊടുക്കുന്നു, SUP എന്ന് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് എന്നാണ് അതിനർത്ഥം. അതിനുശേഷം എവിടെയാണോ സൂപ്പർ സ്ക്രിപ്റ്റ് തീരുന്നത് 2-ന് മാത്രം മതി, നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്ന ആ ഭാഗത്ത് മാത്രം മതി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ 2-ന് വേണ്ടി മാത്രമാണ് ആ സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് കൃത്യമായി കിട്ടണം. നമുക്ക് നോക്കാം. ഓക്കെ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് കറക്റ്റായി വന്നു. ഇനി എ സ്ക്വയറിനും ബി സ്ക്വയറിനും കൂടെ അതേപോലെ ആ 2 സൂപ്പർ സ്ക്രിപ്റ്റിലേക്ക് മാറ്റണം. നമുക്കൊന്ന് മാറ്റി നോക്കാം. ദാ ഇവിടെ നമ്മളൊന്ന് സൂപ്പർ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുക. അതുപോലെ ആ 2-ന് മാത്രം മതി, അതുകൊണ്ട് അവിടെ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് SUP ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഈ 2-ന് മാത്രം മതി, അതുകൊണ്ട് നമ്മൾ SUP ഇടുന്നു. ഇനി 2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വേണ്ട, അതുകൊണ്ട് SUP നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഫയൽ എടുക്കുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പേജ് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് കൃത്യമായി കിട്ടി. അപ്പോൾ ചുരുക്കം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം എങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് SUP എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തൊട്ടടുത്ത ലൈനിൽ H2SO4 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു BR കൊടുക്കാം. ഉടനെ തൊട്ടടുത്ത ലൈനിലേക്ക് വരും. BR കൊടുക്കുന്നു. അതിനുശേഷം H2SO4 നമുക്ക് വലിയ അക്ഷരം കൊടുക്കാം. H2SO4 ഇത് നമ്മൾ ബ്രൗസറിൽ കാണുമ്പോൾ H2SO4 എന്ന് പറയുന്നത് ശരിക്കും ചെറിയ ഇത് തൊട്ടടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു BR നേരത്തെ കൊടുത്തത്. H2SO4 എന്നുള്ളത് ഈ 2 എന്ന് പറയുന്നത് നമുക്ക് താഴ്ഭാഗത്തേക്ക് വരണം, 4 എന്ന് പറയുന്നത് താഴേക്ക് വരണം.
അതായത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണം. നേരത്തെ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് വരുത്തിയത്, ഇനി നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ബ്രൗസറിൽ കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോട്ട് പാഡിൽ വരുത്തേണ്ട ഒരു ചെറിയ കോഡ് എന്തെന്ന് വെച്ചാൽ HTML ടാഗ് ഇവിടെ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റിന് പകരം ഇവിടെ നമ്മൾ സബ് എന്ന് കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യാം. ഏത് സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ സ്മോൾ ലെറ്ററാണ് നേരത്തെ ടൈപ്പ് ചെയ്തത്, അതുകൊണ്ട് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നു. 2 മാത്രം മതി, അതുകൊണ്ട് 2 കഴിയുമ്പോൾ നമ്മൾ SUB സബ്സ്ക്രിപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി 4 അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് വേണം, അതുകൊണ്ട് SUB എന്ന് കൊടുക്കുന്നു. ആ 4 കഴിഞ്ഞ ഉടനെ നമ്മൾ SUB ക്ലോസ് ചെയ്യുന്നു. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഫയൽ സേവ് ചെയ്യുന്നു, നമ്മൾ ബ്രൗസർ എടുക്കുന്നു, നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ H2SO4 ആ 2 എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു. ഇവിടെ 4 എന്ന് പറയുന്നതും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ചുരുക്കം നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കണമെങ്കിൽ, അതായത് മുകളിലേക്ക് പോകണമെങ്കിൽ SUP എന്ന് കൊടുക്കുക, താഴേക്ക് വരണമെങ്കിൽ SUB എന്ന് കൊടുക്കുക. നമുക്ക് പലപ്പോഴും ചില സ്പെഷ്യൽ സിമ്പിൾസ് നമ്മുടെ ബ്രൗസറിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായി ഉപയോഗിക്കുന്ന ടാഗ്സ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല സിനിമകളും കാണുമ്പോൾ കോപ്പിറൈറ്റ് ആക്റ്റിനെ കുറിച്ച് ഒരു ചെറിയ വേർഡിങ്സ് കാണും. അപ്പോൾ അതിങ്ങനെയായിരിക്കും, കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഒരു C എന്ന് പറയുന്ന ലെറ്റർ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയാണ്, ആംപർസൻഡ് അതിനുശേഷം കോപ്പി എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റിൻ്റെ ആ സിമ്പിൾ വരും. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുന്നു. കോപ്പിറൈറ്റ് ഈ C സിമ്പിൾ വരണമെങ്കിൽ, ഇങ്ങനെ കോപ്പിറൈറ്റിൻ്റെ ഈ സിമ്പിൾ വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആൻഡ് കോപ്പി എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന്, അതായത് ട്രേഡ് മാർക്ക് സിമ്പിൾ. ഇപ്പോൾ ട്രേഡ് മാർക്ക് സിമ്പിൾ നമുക്ക് വരണമെങ്കിൽ സാധാരണ TM എന്ന് ചെറുതായിട്ടായിരിക്കും എഴുതി കാണിക്കുന്നത്. അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് നമുക്ക് എഴുതിയതിന് ശേഷം ആ ട്രേഡ് മാർക്ക് സിമ്പിൾ വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആംപർസൻഡ് #153 എന്നാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഫയൽ സേവ് ചെയ്യാം. അതിനുശേഷം ബ്രൗസർ നോക്കാം. ട്രേഡ് മാർക്ക് TM. നമുക്കിത് തൊട്ടടുത്ത ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ബ്രൗസറിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു BR കൊടുത്താൽ മതിയാവും. അപ്പോൾ തൊട്ടടുത്ത ലൈനിലേക്ക് അത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ട്രേഡ് മാർക്കിന് TM എന്ന് വരും. തൊട്ടടുത്തത് നമ്മളിപ്പോൾ ഇൻഡൽ എന്ന് പറയുമ്പോൾ ഇൻഡൽ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ രജിസ്റ്റേർഡ് എന്ന് കാണിക്കാനായിട്ട് R എന്ന് പറയുന്നൊരു സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കതൊന്ന് നോക്കാം, അതെങ്ങനെ വരും എന്ന് നോക്കാം. ഇപ്പോൾ ഇൻഡൽ എന്ന് വന്നതിന് ശേഷം നമുക്ക് ആ രജിസ്റ്റേർഡ് സിമ്പിൾ വരണമെങ്കിൽ ആംപർസൻഡ് സിമ്പിൾ ഇടുന്നു. അതിനുശേഷം REG എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻഡൽ REG എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. സ്പേസ് സേവ് ചെയ്യുന്നു. നമുക്ക് ബ്രൗസറിൽ നോക്കാം. ഇൻഡൽ ഇതുപോലൊരു സിമ്പിൾ വരണമെങ്കിൽ നമ്മൾ REG എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 സിമ്പിൾസ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കുക. ആൻഡ് കോപ്പി, ആൻഡ് #153, ആൻഡ് REG ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, രജിസ്റ്റേർഡ് എന്ന് പറയുന്ന സിമ്പിൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ REG എന്ന് കൊടുത്തേക്കാം. നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തേക്കാം. രജിസ്റ്റേർഡ് എന്ന് പറയുന്ന സിമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ലെസ് ദാൻ സിമ്പിൾ, ഇങ്ങനെ ഒരു സിമ്പിൾ നമുക്ക് HTML-നകത്ത് നോർമലി കൊടുക്കാൻ പറ്റില്ല. കാരണം ആ സിമ്പിളിന് മറ്റൊരർത്ഥമാണ്, ഒരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു സിമ്പിൾ നമുക്ക് വരണമെങ്കിൽ, അതായത് ലെസ് ദാൻ സിമ്പിൾ നമുക്ക് വരണമെങ്കിൽ
ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പൽ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ആംപർസെൻ്റ് സിമ്പൽ ഇടുക, അതിനുശേഷം LT എന്ന് കൊടുക്കുക. സേവ് ചെയ്യുന്നു. നമ്മൾ ബ്രൗസറിൽ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ തൊട്ടടുത്ത ലൈനിലേക്ക് ആയാൽ മതി. ലെസ് ദാൻ എന്നതിന് ഇതുപോലൊരു സിമ്പൽ വരണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു BR ഇടുന്നു. സോ ലെസ് ദാനിന് പകരം നമുക്ക് ഈ ആംപർസെൻ്റ് LT എന്നിടുമ്പോൾ ലെസ് ദാൻ വരും. അതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പൽ വരണമെങ്കിൽ ആംപർസെൻ്റ് GT എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പൽ കിട്ടും. ഓക്കെ, നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ സിമ്പൽ. അപ്പോൾ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇതേപോലത്തെ സിമ്പൽ വരണമെങ്കിൽ നമ്മൾ ആംപർസെൻ്റ് GT എന്ന് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡബിൾ കോഡ്സ് വരണം എന്ന് വിചാരിക്കുക. ഡബിൾ കോഡ്സ് ബ്രൗസറിൽ വരണം. അപ്പോൾ നമുക്ക് ഡബിൾ കോഡ്സ് നോർമലി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡബിൾ കോഡ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആംപർസെൻ്റ് QUOT എന്ന് കൊടുത്താൽ മതിയാവും. നമുക്ക് കോഡ് സിമ്പൽ കിട്ടും. അപ്പോൾ കോഡ് സിമ്പൽ വരണമെങ്കിൽ, ഇതേപോലത്തെ സിമ്പൽ വരണമെങ്കിൽ നമ്മൾ ആംപർസെൻ്റ് കോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതായത് കോപ്പിറൈറ്റ് സിമ്പൽ വേണമെന്നുണ്ടെങ്കിൽ, ആ സിമ്പൽ വേണമെന്നുണ്ടെങ്കിൽ ആംപർസെൻ്റ് കോപ്പി എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ട്രേഡ് മാർക്കിൻ്റെ TM സിമ്പൽ വേണമെങ്കിൽ ആംപർസെൻ്റ് #153 എന്ന് കൊടുക്കുക. അതുപോലെ രജിസ്റ്റേർഡിൻ്റെ ആ സിമ്പൽ R എന്നെഴുതി റൗണ്ട് ചെയ്യുന്ന ആ സിമ്പൽ വേണമെങ്കിൽ നമ്മൾ ആംപർസെൻ്റ് REG എന്ന് കൊടുക്കുക. ഇത് സാധാരണ ഇൻ്റലിൻ്റെയൊക്കെ പരസ്യത്തിൽ നമ്മൾ മിക്കവാറും കാണുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി ലെസ് ദാൻ സിമ്പൽ അത് വരണമെങ്കിൽ ആംപർസെൻ്റ് LT എന്ന് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ സിമ്പൽ വരണമെങ്കിൽ ആംപർസെൻ്റ് GT എന്ന് കൊടുക്കുക. ഡബിൾ കോഡ്സ് വരണമെങ്കിൽ ആംപർസെൻ്റ് കോഡ് എന്ന് കൊടുക്കുക.